ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷിമി ഷാനവാസ് വ്ളോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറൊന്നുമല്ല, നമ്മുടെ അമ്പങ്ങൂന്ന് നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ദിവസമാണ് ഞങ്ങളിതാ ഈ സംഭവം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുമല്ല, ചെറിയൊരു പെട്ടി കൊണ്ടുപോകലാണ്. അപ്പോൾ പെട്ടി കൊണ്ടുപോകൽ എന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്ന് വിചാരിക്കേണ്ടത്. അതിൽ കുറച്ച് ചീരണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മധുരപലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ നേർച്ചയ്ക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിയുന്ന പോലെ ചെറുതും വലുതുമായിട്ടുള്ള പെട്ടികളൊക്കെ നമുക്ക് റെഡിയാക്കി കൊണ്ടുപോകും. ഇനി അതല്ല, നേർച്ച കാണണമെങ്കിൽ നമുക്ക് നേർച്ച കണ്ട് സിയാറത്ത് ചെയ്തിട്ട് വരാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു ചെറിയ പെട്ടിയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, ഇക്കാൻ്റെ ഇമ്മാക്ക് ചെറിയൊരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ആളിങ്ങനെ പെട്ടി കൊണ്ടുപോകാമെന്ന് നേർച്ചയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. സാധാരണ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണ് ഈ ഒരു അമ്പങ്ങൂന്ന് നേർച്ചയ്ക്കൊക്കെ ഞാൻ പോയി കണ്ടു തുടങ്ങിയത് കേട്ടോ. അത് വേറെ എങ്ങനെയല്ല, അത് ഇക്കാൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ ഇതുപോലെ എല്ലാവരും കൂടിയിട്ടാണ് ആ വീട്ടിലേക്ക് എല്ലാവരും, അതായത് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്നിട്ട് വലിയൊരു പെട്ടിയായിരിക്കും ഉണ്ടാക്കിയെടുക്കുക. വലിയൊരു പെട്ടിയിൽ വലിയ വർണ്ണക്കടലാസുകളും അതുപോലെ തന്നെ ജീപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാൻഡ് സെറ്റും കാര്യങ്ങളും പാട്ടൊക്കെ ആയിട്ടൊക്കെയാണ് വെച്ച് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ അവരുടെ കൂടെ നമ്മളും കുറേ വർഷങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഞാനിത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, വലിയൊരു സംഭവമായിട്ട്. പിന്നെ അങ്ങനെ എല്ലാവരും അവരുടെ ഫാമിലി, ചെറിയ ഫാമിലി ആയിട്ട് അങ്ങനെ വേർതിരിച്ചു. പിന്നെ അവരവർ തനിയെ പോകാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടോ. അപ്പം നമ്മൾ കഴിവതും എല്ലാ നേർച്ചയ്ക്കും വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. 1-2 പ്രാവശ്യം മാത്രമാണ് നമ്മൾ എപ്പോഴൊക്കെയോ നേർച്ചയ്ക്ക് ഇവിടെ വന്ന ശേഷം എനിക്ക് നേർച്ചയ്ക്ക് പോകാൻ പറ്റാണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പിന്നെ ഒന്നാമത് നേർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സിയാറത്ത് ചെയ്യണം, കുറച്ച് ഓതണം. പിന്നെ എന്താ പറയുക, കുറച്ച് നമ്മൾക്ക് അവിടെ ഒരു മരുന്ന് കഞ്ഞി കിട്ടും കേട്ടോ. ആ ഒരു മരുന്ന് കഞ്ഞി കുടിക്കുക എന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. കാരണം അത് പോയി വന്നാൽ അത് കിട്ടിയില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിട്ട് തോന്നും. കുറച്ചെങ്കിൽ കുറച്ച് അതിന് വലിയ ടേസ്റ്റോ കാര്യങ്ങളല്ല, പക്ഷേ എങ്കിലും അതൊരു കുടിച്ച് കഴിഞ്ഞാൽ ഒരു റാഹത്താണ്. അപ്പോൾ എന്തായാലും അതൊരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇക്കാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് ഓതാനുണ്ട്, അതുപോലെ തന്നെ ആ കഞ്ഞിയും കുടിച്ചിട്ടേ വരുള്ളൂ, അപ്പോൾ ധൃതി കൂട്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഒരു 6-6:30 ആകുമ്പോഴത്തേനും മഗ്‌രിബ് കൊടുക്കാനാകുമ്പോഴത്തേനും വേഗം പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 7-7:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനിയിപ്പോൾ 7:30 മണിയായി നമ്മളിതാ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഞാനും ഇമ്മയും ഇക്കയും 2 കുട്ടികളുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും നമ്മൾ അത്രയും പേര് നമ്മുടെ വണ്ടി തന്നെയാണ് പോകുന്നത്. ഒന്നാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് അവിടെ എത്തിയപ്പോൾ ആ പ്രതീക്ഷയൊക്കെ തെറ്റിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും വിചാരിച്ച കാര്യങ്ങൾ ഓതാനും ഒക്കെ ആയിട്ട് നമുക്ക് പറ്റി. പിന്നെ ഇത് അൽഹംദുലില്ലാ ഞാൻ വിചാരിച്ച ആ കഞ്ഞി എനിക്ക് കിട്ടിയിട്ടോ. അപ്പം ഞാനും എനിക്ക് ഇമ്മയും കൂടിയിട്ട് അത് കുടിച്ചു. മക്കളാണെങ്കിൽ അവരും വിചാരിച്ചു കഞ്ഞി പറഞ്ഞപ്പോൾ എന്ത് സംഭവമാണോന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിങ്ങനെ അത് പറയുന്നത് കേട്ടപ്പോൾ, പക്ഷേ ആൾക്കാർക്ക് 2 പേർക്കും അത് വേണ്ട, മെയിൻറ്റ് പോലും ചെയ്യുന്നില്ല. അവസാനം ഞാൻ ഓരോ സ്പൂണ് വായിൽ വെച്ച് കൊടുക്കണ്ടോ ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരുകയും ചെയ്തു.